സർ, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോവുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ കൂടി കൊണ്ടുപോകാൻ വളരെ കഷ്ടമായി പോയി. കാരണം ധനകാര്യസ്ഥിതിയെപ്പറ്റി അറിയുന്ന അദ്ദേഹമല്ലേ. അദ്ദേഹത്തിനെ അവിടെയും അവഗണിച്ചു. ധനകാര്യമന്ത്രിയുടെ മുകളിൽ മറ്റൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ധനവകുപ്പിനെയും ധനമന്ത്രിയെയും ഇകഴ്ത്തിക്കാണിക്കാനാണ് ഇന്ന് ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. സർ, എന്താണ് ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനോട് ചീഫ് മിനിസ്റ്റർ പറഞ്ഞത് എന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. സർ, ഒരു ഭാഗത്ത് കേന്ദ്രവിരുദ്ധ സമരം, മറുഭാഗത്ത് അനുനയം. ഇതാണ് CPMൻ്റെ സമീപനം. സാർ, ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വന്നത് നല്ല കാലമാണ് എന്ന് പ്രഭാകരൻ പറഞ്ഞത് വളരെ നന്നായി. കാരണം നിങ്ങൾ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ നന്നായി, നല്ല കാലം വന്നു എന്നാണ് പറഞ്ഞത്. സാർ, രാജീവ് ചന്ദ്രശേഖരനല്ല നരേന്ദ്രമോദി വന്നാലും കേരളത്തിൽ BJP ക്ലച്ച് പിടിക്കില്ല എന്നുള്ളതാണ് സത്യം. അവരിപ്പം പ്രഹ്ലാദ് ജോഷി എന്ന് പറഞ്ഞിരിക്കുന്നു കേരളം ബാലികേറാമലയല്ല എന്ന്, ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. CPM സഹായിച്ചാലും കേരളത്തിലെ ജനങ്ങൾ BJPയെ അധികാരത്തിലേറ്റുകയോ ഒരു സീറ്റ് പോലും നൽകുകയോ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. സാർ, ഇവിടെ അതുകൊണ്ട് നിങ്ങൾ ഈ നാടകം അവസാനിപ്പിക്കണം. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി ബ്രേക്ക്ഫാസ്റ്റ് ഡിപ്ലോമസി അത് നിങ്ങൾ അവസാനിപ്പിക്കുക. അതിനർത്ഥം എന്താണെന്നുള്ള കാര്യം ഇതുവരെ പറയുന്നില്ല. ധനകാര്യ വകുപ്പിനെ പറ്റി ആയിരുന്നെങ്കിൽ ധനകാര്യമന്ത്രി പോകണമായിരുന്നു. ഏതായാലും അത് ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. സർ, പ്ലാൻ എക്സ്പെൻഡിച്ചർ ഈസ് വെരി ലോ. കഴിഞ്ഞ അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ സെഷനിൽ അദ്ദേഹം പറഞ്ഞത് 2024-25 79% പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ടായെന്നാണ്. പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്ക് എന്താ പറയുന്നത്? സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പറയുന്നു 54.74% മാത്രമാണ്. പ്ലാനിംഗ് ബോർഡ് പറയുന്നതാണോ ശരി? ധനകാര്യമന്ത്രി പറയുന്നതാണോ ശരി? സർ, മാർച്ച് 20 അതോടൊപ്പം തന്നെ there is no accuracy, transparency and the department is in total confusion. സർ, മിസ്റ്റർ ബാലഗോപാൽ ഇവിടെ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞു 15,945 കോടിയാണ് നമ്മുടെ ഉള്ളത്. അതിൽ 21,838-ൽ 15,945 കോടി ചെലവഴിച്ചു എന്നുള്ളതാണ്. പ്ലാൻ സൈസ് വെട്ടിക്കുറച്ച് ഇന്ന് വികസന പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും സ്തംഭിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. സാർ, ലോക്കൽ ബോഡീസിന് 94% ചെലവുണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പറയുന്നു 45.44% എന്ന്. കേന്ദ്ര പദ്ധതികൾ കൂടി ചേർക്കുമ്പോൾ 57.26 ആകുന്നു. സാർ, ഇതാണോ സാർ പ്ലാൻ ബി? പ്ലാൻ മുഴുവൻ വെട്ടിക്കുറച്ചുകൊണ്ട് ആരുടെയൊക്കെ പ്ലാനാണ് സാർ വെട്ടിയത്? ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട 6-8 കോടി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചു. അതുപോലെ തന്നെ സാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട ന്യായമായ 500 കോടി രൂപ വെട്ടിക്കുറച്ചു. ഇതാണോ മിസ്റ്റർ പ്രഭാകരൻ ഈ ഗവൺമെന്റ് നയം?